പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ദിവസമാണ് നാളെ. ഭരണം നഷ്ടമായതോടുകൂടി തന്നെ മമതയ്ക്ക് തന്റെ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കാൻ പോലും കഴിയാതെ അവർ പാടുപെടുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും കൂട്ടത്തോടെയാണ് ഉദ്യോഗസ്ഥരടക്കം രാജിവെച്ച് പുറത്തേക്ക് പോയത്. എന്നാൽ മിക്കവാറും ഇവിടെ ഈ രാജിവെച്ച് പുറത്തുപോയവരിൽ പലരെങ്കിൽ പോലും BJP-യിലേക്ക് ചേക്കേറിയതായും വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ നിലയിലേക്ക് കടക്കുന്നത്. മമതാ ബാനർജി വിളിച്ച യോഗത്തിലേക്ക് പകുതി MLA-മാരും എത്തില്ല എന്ന നിലപാടാണ് ഇപ്പോൾ BJP വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ് ഇതോടുകൂടി തന്നെ ഉണ്ടായിരിക്കുന്നത്. നാളെ മമതാ ബാനർജിയുടെ വസതിയിൽ ചേരുന്ന MLA-മാരുടെ യോഗം പാർട്ടിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അതീവ നിർണായകമായി തന്നെ മാറുന്ന ഒന്നാണ്. എന്നാൽ പാർട്ടിയുടെ പകുതിയോളം MLA-മാർ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നതാണ് BJP കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. മമതാ ബാനർജിക്ക് വലിയ വെല്ലുവിളിയാണ് ഇത് നൽകുന്നതും. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നടന്ന ആദ്യ യോഗത്തിൽ നിന്നും 9 MLA-മാർ വിട്ടുനിന്നത് പാർട്ടിയിലെ ഭിന്നതയുടെ ആഴം കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. അതേസമയം പാർട്ടി നേതാക്കൾക്കെതിരെ അന്വേഷണ ഏജൻസികളുടെയും പോലീസിന്റെയും റെയ്ഡ് ഇപ്പോൾ തുടരുകയാണ്. നോർത്ത് 24 പർഗാനാസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ പറമ്പിൽ നിന്ന് ഡബിൾ ബാരൽ തോക്കുകൾ അടക്കം വൻ ആയുധശേഖരം പോലീസ് പിടിച്ചെടുക്കുകയും ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഡാങ്ക്ര ഓഫീസിൽ നിന്ന് 100ഓളം തിരിച്ചറിയൽ രേഖകൾ കണ്ടെത്തിയത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി തന്നെ നേതാക്കൾ വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡുകൾ അവിടെ പിടിച്ചുവെച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം TMC നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് ഇന്നും തുടരുകയാണ്. നോർത്ത് 24 പർഗാനാസിൽ TMC നേതാവിന്റെ പറമ്പിൽ നിന്നും ഇത്തരത്തിൽ ആയുധശേഖരം കണ്ടെത്തിയത് വലിയ രീതിയിൽ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് എന്നും മാത്രമല്ല അവിടെ ഇത്തരത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്ത തിരിച്ചറിയൽ രേഖകൾ അടക്കം ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് തടയാൻ, അത്തരത്തിൽ അനധികൃതമായി വോട്ട് ചെയ്യുന്നത് തടയാൻ TMC നേതാക്കൾ പിടിച്ചെടുത്ത ഇത്തരത്തിലുള്ള ആധാർ കാർഡുകൾ നാട്ടുകാരുടെ പരാതിയെ തുടർന്നുകൊണ്ട് ബംഗാൾ നിക്ഷേപ സൗഹൃദമെന്ന് തെളിയിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് പിറകെ തന്നെ BJP ആകട്ടെ ശക്തമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതേപോലെ തന്നെ മറ്റ് രീതിയിൽ ഒരു അഭിമുഖത്തിൽ പോലും BJP നേതാവ് വ്യക്തമാക്കിയ ചില കാര്യങ്ങളും ഇവിടെ ശ്രദ്ധ നേടുകയാണ്. ഫാക്ടറി തുടങ്ങിയാൽ 2007-ൽ ഇടത് സർക്കാർ 997 ഏക്കർ ഭൂമി നൽകിയ നടപടിക്കെതിരെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന പ്രക്ഷോഭങ്ങളുടെ വലിയ വിവാദം അതിനെ തുടർന്നുകൊണ്ട് 2008-ൽ ടാറ്റ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ബംഗാളിൽ നിന്ന് മടങ്ങേണ്ട അവസ്ഥ വന്നിരുന്നു. സിലഗുരി വ്യവസായം വരണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ വലിയ രീതിയിൽ ഈ മണ്ഡലത്തിൽ ഇത്തവണ TMC മന്ത്രി അവിടെ വന്നതുകൊണ്ട് അല്ലെങ്കിൽ TMC മന്ത്രി വിജയിക്കാതിരുന്നത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല പകുതി ഇടങ്ങളിൽ പോലും ഇപ്പോൾ BJP ഭരണം വന്നിരിക്കുന്നതിനാൽ തന്നെ ജനങ്ങളടക്കം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.